സ്പൈസി ടെയിലിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണിത്. ഇത് ഞാൻ ബിരിയാണി റൈസിന്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളും അതോടൊപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊരു 10-12 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ആവശ്യത്തിന് വേണ്ട ഇഞ്ചി, തരിതരിപ്പായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് 2 ടീസ്പൂണാണ്. ആവശ്യത്തിന് വേണ്ട കരിവേപ്പിലയും മല്ലിയിലയും 2 പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സവാളയാണ് അടുത്തതായിട്ട് വേണ്ടത്. ഇത് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ മൺചട്ടിയിലാണ് ഇത് മൊത്തമായിട്ട് ചെയ്തെടുക്കുന്നത്. മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളുടെ സവാള ആഡ് ചെയ്യാം. സവാളയൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് 1/2 കിലോ ചെമ്മീനുണ്ട്. നന്നാക്കി എടുത്തപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാണ്, ആദ്യത്തെ തേങ്ങാപ്പാലാണ്, ഫസ്റ്റ് തേങ്ങാപ്പാലാണിത്. നമ്മൾ ഈ പച്ചമുളക് അരിഞ്ഞു വെച്ച് അതിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടതാണിത്. അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ വേണ്ടത് കരിവേപ്പിലയാണ്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. കുരുമുളക് പൊടിയുടെ എരിവാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കുക. ഇനി മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് കുരുമുളക് പൊടിയാണ്. 2 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് പൊടിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇത് തേങ്ങയുടെ 1/4 പാലാണ്. 1/2 മുറി തേങ്ങയുടെ 1/4 പാല് ചെറിയ ചൂടുവെള്ളത്തിൽ അടിച്ചെടുത്ത ആ പാല് അരിച്ചെടുത്തതാണിത്. നമ്മളുടെ ചെമ്മീൻ നമ്മൾ ഇതിലാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, പത്തിരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനായി പോകുന്ന കറിയാണ്. നമ്മൾ ബിരിയാണി റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.